ഹലോ ആർമീസ്, കഴിഞ്ഞ ഡേയ്സ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. BTS ഷുഗയെ കുറിച്ചായിരുന്നു. ഷുഗ കഴിഞ്ഞ ഡേ ഡിന്നറിന് ശേഷം മദ്യപിച്ച് ഇലക്ട്രിക് കിക്ക് ബോർഡിൽ വീട്ടിലേക്ക് വരികയായിരുന്നു. വീടിന് മുമ്പിൽ ഇലക്ട്രിക് കിക്ക് ബോർഡ് പാർക്ക് ചെയ്യുന്നതിനിടയിൽ വീഴുകയും പോലീസ് ഓഫീസർ അത് കാണുകയുമായിരുന്നു. ഇതിന്റെ ഫുൾ ഇൻസിഡന്റ് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇതിലാർക്കും അപകടമൊന്നും പറ്റിയില്ലെങ്കിലും യൂങ്ങി വ്യൂവേഴ്സിൽ അപ്പോളജൈസ് ചെയ്ത പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. അതിനു പുറകെ ആഗസ്റ്റ് 7, 2024 സൗത്ത് കൊറിയൻ ഔട്ട്ലെറ്റ് JTBC ഒരു CCTV ഫുട്ടേജ് റിലീസ് ചെയ്തു. ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഇലക്ട്രിക് കിക്ക് ബോർഡ് റൈഡ് ചെയ്യുന്നത് BTS ഷുഗ ആണെന്നാണ്. ബട്ട് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും JTBC റിലീസ് ചെയ്ത ഫുട്ടേജ് വളരെ ബ്ലറി ആണ്. കൂടാതെ ഈ വീഡിയോയിലുള്ള ആളുടെ ഫേസ് വിസിബിൾ അല്ല. ഒരുപാട് അകലെ നിന്നെടുത്തിട്ടുള്ള ഒരു CCTV ഫുട്ടേജ് ആണിത്. ഈ ഒരു റെസൊല്യൂഷൻ കുറഞ്ഞ വീഡിയോ കണ്ടിട്ട് എങ്ങനെ പറയാൻ പറ്റും ഇത് BTS ഷുഗയാണെന്ന്? ഈ ഒരു ബ്ലറി റെസൊല്യൂഷൻ വീഡിയോ കണ്ടിട്ട് ഇതൊരു മെൻ ആണോ വുമൺ ആണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെ ഇത് മിൻയൂങ്കി തന്നെയാണോ എന്ന് പറയാൻ പറ്റും? പിന്നീട് വന്ന ഒരു ന്യൂസിൽ ഷുഗ പറഞ്ഞത് അദ്ദേഹം ഒരു ഗ്ലാസ് ബിയർ മാത്രമാണ് കുടിച്ചത് എന്നാണ്. ബട്ട് മീഡിയാസും ഹേറ്റേഴ്സും ഇത് വളച്ചൊടിച്ച് ബ്ലഡിൽ 0.227% ആൽക്കഹോൾ ഉണ്ടെന്നാക്കി. യുങ്ങിയുടെ ഈ ഒരു DUI ഇൻസിഡന്റ് വളച്ചൊടിക്കാനായിട്ട് മീഡിയാസും ഹേറ്റേഴ്സും മറ്റു ഫാൻഡംസും നോക്കുന്നുണ്ട്. പലതരത്തിലുള്ള മിസ്ഇൻഫർമേഷൻസ് ആണ് യുങ്ങിക്കെതിരെ ഇവർ പുറത്തുവിടുന്നത്. റിയൽ ആർമീസ് യുഗിയുടെ കൂടെയുണ്ട്. ബട്ട് മീഡിയാസ് അൺവെരിഫൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൂടുതലും പുറത്തുവിടുന്നത്. ആർമീസ് പക്ഷേ യുങ്കിയെ ഹേറ്റേഴ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പ്രൊട്ടക്ട് ദ ആർട്ടിസ്റ്റ് എന്ന ഹാഷ്ടാഗ് ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ട്രെൻഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം മിസ്ഇൻഫർമേഷൻ ടേക്ക് ഡൗൺ ചെയ്യാനും നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത്?